അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പയർ മഞ്ഞത്തണ്ണി. കാസർഗോഡ് ഭാഷയിൽ നല്ല പയർ മഞ്ഞത്തണ്ണി എന്ന് പറയും. അത് നിങ്ങൾക്ക് അത്താഴത്തിന് നല്ല കഞ്ഞിൻ്റെ കൂടെ കഴിക്കാൻ, നോമ്പ് റമദാൻ കാലത്തും അതുപോലെ അല്ലാത്ത സമയത്തും പയർ മഞ്ഞത്തണ്ണി ചോറിനൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് എൻ്റെ ഉമ്മാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയായിരുന്നു. അപ്പോൾ ഈ ഒരു കറിയില്ലാതെ എനിക്ക് ഉച്ചക്ക് ചോറ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ അത് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചിരുന്നു. അപ്പോൾ അതിനാദ്യം വേണ്ടത് 3 സവാള, അതുപോലെ 4-5 പീസ് പച്ചമുളക്, പിന്നെ 2 തക്കാളി, പിന്നെ ഇപ്പോൾ പയർ മറ്റേ 3 മണിക്കൂർ വെള്ളത്തിലിട്ട് ഉതിർത്ത് വെക്കുക. 3 മണിക്കൂർ വെച്ചാൽ നല്ല 3 മണിക്കൂറിന് ശേഷം നല്ല ഉതിർത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പയർ നമ്മൾ കുക്കറിലേക്ക് ചേർക്കാം. കുക്കറിൽ ചേർത്ത ശേഷം അത് അരിഞ്ഞു വെച്ച തക്കാളി, അതുപോലെ തന്നെ സവാള, പിന്നെ പച്ചമുളകെല്ലാം അതിൽ ചേർത്ത് കൊടുക്കും. പിന്നെ 1 ടീസ്പൂൺ കശ്മീരി പൗഡർ, അത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 ടീസ്പൂൺ അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ചേർക്കുക ഉപ്പ്. ഓക്കെ. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടീസ്പൂണാണ് ഞാൻ കശ്മീരി ചേർത്തത്. നിങ്ങൾക്ക് 1 ടീസ്പൂൺ ചേർക്കാവുന്നതാണ് കളർ കിട്ടാൻ വേണ്ടി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ ഒരു പകുതിയിൽ നിന്ന് കുറച്ച് കുറവും, പകുതി വേണ്ട, അതിന് കുറച്ച് കുറവായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ എത്ര വേണ്ടതിനനുസരിച്ചിട്ട് അതിനനുസരിച്ച് നന്നായി ഇളക്കുക. വല്ല ഉപ്പും പിന്നെ മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ എല്ലാ രീതിയിൽ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക പയറൊക്കെ. പിന്നെ അതിലേക്ക് പുളി ചേർക്കുക. ഇതാണ് മെയിൻ ടേസ്റ്റ് പറ്റിയത്. പുളി ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഒരു 2-3 കഷ്ണം പുളി ചേർത്തിട്ട് കുക്കറിൽ അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരെ എന്ത് ചെയ്യുക, 3 വിസിൽ വരുന്നത് വരെ അത് തിളപ്പിക്കുക. അങ്ങനെ 3 വിസിൽ വന്നപ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല പയർ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണയിലെ വേറെ ഏത് ഓയിലാകും പോയി, വെളിച്ചെണ്ണ നല്ല മണം വരും. അതിലേക്ക് കടുകും പിന്നെ കറിവേപ്പില, ഉണക്കിയ മുളക്, പിന്നെ 4-5 അല്ലി വെള്ളുള്ളിയൊക്കെ ഇട്ട് ചൂടാക്കി എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല മണം വരും. അതിലേക്ക് ചൂടായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ചൂടായി വന്ന് കടുക് പൊട്ടിച്ചതൊക്കെ ഇതിലേക്ക് ചേർത്ത് എന്നിട്ട് അതിന് നന്നായി ഇളക്കി കൊടുക്കുക. അതിൽ നന്നായി മിക്സ്ഡ് ആയിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല മണം. പിന്നെ അവസാനമായി തേങ്ങ ചേർക്കുക. അതാണ് അവസാനത്തെ സ്റ്റെപ്പ്. കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്ക് ഇട്ട് ഒരു മിനിറ്റും കൂടി 2 മിനിറ്റും കൂടി തേങ്ങ ഇട്ട് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മളെ കാസർഗോഡ് സ്റ്റൈൽ മഞ്ഞത്തണ്ണി റെഡിയായിരിക്കുകയാണ്. ഇതിന് പേര് മഞ്ഞത്തണ്ണി, ചുവപ്പ് തണ്ണി, എന്ത് തണ്ണി വേണമെങ്കിൽ ഞാൻ വിളിക്കാം. ഇതിൽ ഇപ്പോൾ കളർ ചുവപ്പാണ്. ഞാൻ പറഞ്ഞ 2 ടീസ്പൂണാണ് ഞാൻ കശ്മീരി ചേർത്തത്. എനിക്ക് കളർ ഇഷ്ടമാണ്. അപ്പോൾ മഞ്ഞ കളർ ഇഷ്ടമാണെങ്കിൽ മഞ്ഞപ്പൊടി മാത്രം ഇട്ടാൽ മതി. ഏതിട്ടാലും ഈ ഒരു ടേസ്റ്റ് കിട്ടും നിങ്ങൾക്ക്. എന്നിട്ട് കഞ്ഞി, അത്താഴത്തിന് നമ്മളെ നോമ്പിനുണ്ടാക്കിയതാണ്. കഞ്ഞിൻ്റെ കൂടെ മഞ്ഞത്തണ്ണി കണ്ട പള്ളിയിൽ കിട്ടുന്ന കഞ്ഞിയില്ല, അതന്നെയാണ് പള്ളിയിലെല്ലാം കിട്ടും. ഉള്ളാളെ പള്ളിയിലെല്ലാം പോയി കിട്ടും. റബീലോ നമ്മളെ പൈവളിക്ക പള്ളിയിലൊക്കെ കിട്ടുന്ന ഈ സാധനം ഇതാ മഞ്ഞത്തണ്ണി വിത്ത് കഞ്ഞി. ഇത് ചോറിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ നല്ല നോസ്റ്റ് ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതാ പയറും കഞ്ഞിയും. നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ നിങ്ങൾ കമൻറ്റ് കറിക്കുക. ഉപ്പ് കുറച്ചും കൂടിയതുപോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ അത് ഉപ്പ് കൂടിയതല്ല. നമ്മളുടെ ഇവിടുത്തെ ഉപ്പിന് കുറച്ച് വീര്യം കുറവായത് കൊണ്ടാണ് അങ്ങനെ തോന്നിയത്. അപ്പോൾ ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ചേർക്കുക.